തിരക്കേറിയ ജീവിതത്തിന്റെ ഉടമകൾക്ക് ക്രിസ്തുവിനെ കാണേണ്ടുന്നത് പോലെ കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തിരക്കിൽ നിന്നൊക്കെ മാറി ക്രിസ്തുവിനെ കാണേണ്ടുന്നത് പോലെ കണ്ട് യാത്ര തുടരുവാനുള്ള ഒരു ചിട്ടപ്പെടുത്തലിന്റെ ഭാഗം കൂടെയാണ് ഈ നോമ്പ് കാലഘട്ടം. വായിച്ചറിഞ്ഞ അറിവ് മാത്രമാണ് ലോകത്തില് ഏറ്റവും വലിയ കപ്പൽ ഒരിക്കലും ആർക്കും തകർക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ മനുഷ്യൻ കടലിലിറക്കിയ ടൈറ്റാനിക് എന്ന കപ്പലിനെ പറ്റി ആദ്യ യാത്ര ആരംഭിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ കപ്പല് മുന്നോട്ട് പോകുന്നു. മുകളിലിരുന്ന് കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന ചുമതലപ്പെട്ടയാള് കുറെ ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞുകട്ട കണ്ടു. അപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് ഫോൺ ചെയ്തു. ഒരു മഞ്ഞുകട്ട മുൻപിലുണ്ട്, ദിശ തിരിച്ചു വിടണമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി. പക്ഷെ എഞ്ചിൻ റൂമിലുള്ള ചുമതലപ്പെട്ടയാള് അല്പം തിരക്കിലായിരുന്നുകൊണ്ട് അല്പസമയം കഴിഞ്ഞിട്ടാണ് ഈ ഫോൺ എടുത്തത്. മെസ്സേജ് ലഭിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ദിശ തിരിച്ചു വിടുവാനായിട്ട് സാധ്യമല്ലാത്ത അത്ര ഇതടുത്തുപോയി. അങ്ങനെ ഇത് മഞ്ഞുകട്ടയിൽ തട്ടി തകരുന്നുവെന്നും 1500-ലധികം ആളുകളും മരണപ്പെടുന്നതെന്നും ഒക്കെ വായിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത്, തിരക്കുകളുടെ മധ്യത്തിൽ പലപ്പോഴും ദിശ മാറി സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് കഴിയാതെ വലിയ അനർത്ഥത്തിൽ പതിക്കുവാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തിരക്കിൽ നിന്നൊക്കെ മാറി ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിക്കണമെന്നുള്ള ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗം കൂടെയാണ് ഈ നോമ്പുകാലങ്ങളും നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഈ കൂടിവരവും തിരക്കിൽ നിന്നൊക്കെ മാറി എൻ്റെ മനസ്സിനെ ഒന്ന് ശാന്തപ്പെടുത്തുന്നതിന്, എന്നെ തന്നെ ഞാൻ കാണേണ്ടുന്നത് പോലെ ഒന്ന് കാണുന്നതിനുള്ള ഒരു വലിയ അവസരമാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി അല്പനിമിഷം ഇവിടെ ആയിരിക്കാം. ഈ നല്ല ദിനത്തില് ദൈവത്തില് അഭയപ്പെട്ടുകൊണ്ട് കൂട്ടായ ചിന്തയ്ക്ക് ധ്യാനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം എവർക്കും വളരെ വളരെ പരിചിതമായ ഒരു ഭാഗം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായി ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്നും നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. വളരെ വളരെ പരിചിതമായിട്ടുള്ള ഒരു വിവരണമാണ്. നമ്മുടെ സന്ധ്യയുടെ പ്രഭാതത്തിന്റെ ദൈനംദിനമുള്ള വായനയിൽ ഇത് കടന്നു വരുവാനായിട്ട് സാധ്യത കുറവാണ്. എന്നിരുന്നാലും കഥാരൂപത്തിലുള്ള വിവരണമായതുകൊണ്ടും ചെറുപ്രായത്തില് മാതാപിതാക്കളിൽ നിന്നോ സൺഡേ സ്കൂളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളതായതുകൊണ്ടും എന്നും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന വളരെ ശ്രേഷ്ഠമായൊരു വിവരണമാണ്. ഏലിയാവിനെ പറ്റി തിരുവെഴുത്ത് ആദ്യമായിട്ട് പ്രസ്താവിച്ച് തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. വളരെ വേഗം പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വന്ന് തിന്മയ്ക്കെതിരെ വളരെ വീറോടുകൂടെ പ്രവർത്തിക്കുന്ന, ശബ്ദിക്കുന്ന, ഗർജിക്കുന്ന ഒരു പ്രവാചകനായിട്ട് ഇവിടെ വേദപുസ്തകം ഏലിയാവിനെ വരച്ചു കാണിക്കുകയാണ്. പ്രത്യേകിച്ച് കാലഘട്ടം പരിശോധിച്ചാൽ അറിയാം, ഇസ്രായേലിന്റെ ഇരുണ്ട യുഗമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ രാജാക്കന്മാര് സത്യദൈവത്തെ മാറ്റിവെച്ചിട്ട് അന്യദൈവത്തെ ആരാധിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി ഉത്സാഹം കാണിച്ചവരാ.
അതുമാത്രമല്ല, സത്യദൈവത്തിന്റെ ബലിപീഠങ്ങളൊക്കെ തകർത്ത് കളവാൻ ജനതതി മുഴുവനും അന്യദൈവത്തെ ആരാധിക്കുവാനായിട്ട് അധികാരം ഉപയോഗിച്ചവരാ. അനുകൂലമായ ഒരു സാഹചര്യമല്ല, അതിനേക്കാൾ ഉപരി പ്രതികൂലം വളരെ രൂക്ഷമാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് പിന്നിൽ അണിനിരക്കുവാനായിട്ട് ആരുമില്ലാത്തപ്പോഴും ഇത്ര വീറോടുകൂടെ ആഹാബിനെതിരെ, അധികാര സമൂഹത്തിനെതിരെ പ്രതികരിക്കുവാൻ ഏലിയാവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താകാം? അനുകൂലതകളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന് ഹിതകരമായ നിലയിലോ ഒരു വാക്കുച്ചരിക്കുവാൻ പോലും സാധിക്കാതെ മൗനമായി പോകുന്നത്, ഞാനും നിങ്ങളും മൗനമായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഏലിയാവിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കുറെ വാക്യങ്ങളില് ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ആ പ്രവർത്തനത്തിന്റെ അലകള് ഈ വാക്യങ്ങളിലോ പഴയ നിയമ കാലഘട്ടത്തിലോ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോകുന്നില്ല. പുതിയ നിയമ കാലഘട്ടത്തിലും ഇതിന്റെ അലകൾ വളരെ ശക്തിയായിട്ട് അടിക്കുന്നതായി നമുക്ക് കാണാം. യോഹന്നാൻ സ്നാപകന് വേറോടുകൂടി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അധികാരി പറയുന്നുണ്ട്, ഏലിയാവ് വീണ്ടും വന്നു. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനം എന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാര് യേശു തമ്പുരാനോട് പറയുന്നു, ജനം നിന്നെ പറ്റി പറയുന്നത് നീ ഏലിയാവാണെന്ന്. അതായത് എവിടെയെങ്കിലും തിന്മയ്ക്കെതിരെ നന്മയുടെ ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ അത് ഏലിയാവാണെന്ന് പറയുവാനായിട്ട് ജനതതി പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും ആദ്യം പഠിച്ചത്. അതായത് ആ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രവർത്തനമല്ല, മറിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും ഈ പ്രവർത്തനത്തിന്റെ അലകള് നന്നായിട്ട് തിരതല്ലുന്ന ഒരു ചിത്രം. ഇത്രത്തോളം ശ്രേഷ്ഠമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഏലിയാവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താകാം? നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒരു ഈ യാത്രയ്ക്ക് നമുക്ക് തയ്യാറാകാം. ഒറ്റ വാക്കിൽ പറഞ്ഞാല്, ദൈവം നടത്തിയ സ്കൂളില് പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് ഏലിയാവ്. ദൈവം സ്കൂള് നടത്തുന്നുണ്ടോ? സഭ സ്കൂള് നടത്തുന്നുണ്ട്, ചില പള്ളികൾ സ്കൂള് നടത്തുന്നുണ്ട്, വ്യക്തികൾ സ്കൂള് നടക്കുന്നുണ്ട്, അച്ഛന്മാർ സ്കൂള് നടത്തുന്നുണ്ട്. ദൈവം അങ്ങനെ എന്തെങ്കിലും സ്കൂള് നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ സിലബസ്, പാഠങ്ങൾ എന്താണ്? ഏലിയാവ് പഠിച്ച, ജീവിതത്തിൽ അപ്ലൈ ചെയ്ത പാഠങ്ങൾ എന്താണെന്ന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഈ അല്പനിമിഷം നമുക്ക് ധ്യാനിക്കാം. വായിച്ച വേദഭാഗത്ത് രേഖപ്പെടുത്തുന്നു, ദൈവം ഏലിയാവിനോട് പറയുകയാണ്, ആഹാബിനോട് ചെന്ന് കൽപ്പിക്കുക, ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇനി കുറെ കാലത്തേക്ക് ഈ ദേശത്ത് മഞ്ഞില്ല, മഴയില്ല, അതികഠിനമായ ക്ഷാമം വരാൻ പോകുന്നു. അടുത്ത ഭാഗത്ത് ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുന്നു, നീ കെരീത്ത് തോട്ടിനരികെ പോയി താമസിച്ചു കൊള്ളുക, തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക, കാക്ക ഭക്ഷണം കൊണ്ട് തരും, അത് ഭക്ഷിക്കുക. ഈ രണ്ടു ഭാഗം കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒത്തുപോകുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. പഴയ കാലങ്ങളിലെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്തെ പരീക്ഷയിൽ ഒരു ചോദ്യമുണ്ട്, ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് 4 എണ്ണം തരും, അതിന്റെ ഓപ്പോസിറ്റിൽ 4 എണ്ണം തരും, ചേരുംപടി അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു വെച്ചാൽ മതി, മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ ഇവിടെ ചേരുംപടി ചേർക്കാനായിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി ഒത്തുപോകാൻ പാടാം. ആദ്യ ഭാഗത്ത് പറയുന്നു അതികഠിനമായ ക്ഷാമം, അടുത്ത ഭാഗത്ത് പറയുന്നു കാക്ക ഭക്ഷണം കൊണ്ട് തരും, കെരീത്ത് തോട്ടില് വെള്ളമുണ്ടാകും, കുടിച്ചുകൊള്ളുക. ദൈവം നടത്തിയ സ്കൂളിലെ ആദ്യത്തെ പാഠമിതാ, ദൈവിക പദ്ധതികളെ കുഞ്ഞെ മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കാനായിട്ട് ശ്രമിക്കരുത്. ദൈവത്തിന്റെ പദ്ധതികളെ മാനുഷിക കണ്ണുകൊണ്ട് ദർശിക്കുവാന്, മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം.
ഇത് ഏലിയാവിന്റെ ജീവിതത്തിൽ മാത്രം തെളിഞ്ഞു കണ്ട ഒരു ചിത്രമല്ല. വേദപുസ്തക താളുകൾ ആദിയോടന്തം പരിശോധിച്ചാട്ടെ, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിച്ച ഓരോ ഭക്തന്റെയും ജീവിതയാത്രകൾ ധ്യാനിച്ചാൽ ഈ പാഠം അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. പഴയ നിയമ കാലഘട്ടത്തിലെ അതിശ്രേഷ്ഠനായ വ്യക്തിത്വം മോശ. അടിമത്തത്തിൽ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ വ്യക്തിത്വം. ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ചു. വിഖ്യനാണ്, നേരെ ചൊവ്വേ സംസാരിപ്പാനായിട്ട് കഴിയില്ല, ആശയവിനിമയം നടത്തുവാനായിട്ട് പ്രാപ്തിയില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി. എന്നാൽ പഞ്ചഗ്രന്ഥങ്ങൾ അവസാന ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ നേതാവിനെ പറ്റി വേദപുസ്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതുപോലൊരു നേതാവ് ഉണ്ടായിട്ടില്ല, ഇനി ഇതുപോലൊരു പ്രവാചകൻ ഉണ്ടാവുകയുമില്ല. പരിമിതികളുടെ മധ്യത്തിൽ നിന്നും അനുഗ്രഹീതനായ ഒരു പ്രവാചകനായി ഉയർത്തപ്പെട്ട മനുഷ്യൻ. ഇസ്രായേൽ സമൂഹം അടിമത്തത്തിൽ നരകിക്കുമ്പോൾ അവരെ അവിടെ നിന്നും പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം ഏൽപ്പിച്ചത്. അടിമത്തത്തിൽ കാലമേറെയായി നരകിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനതയുടെ ആദ്യത്തെ പ്രതികരണം എപ്പോഴും എതിർപ്പിൻ്റെത്. അന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും കയ്പിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ ആദ്യം കേൾക്കുവാൻ തയ്യാറാകാറില്ല. മനുഷ്യ ആദ്യമേ എതിർക്കുവാനേ തയ്യാറാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സമൂഹത്തെ കൊണ്ടുള്ള യാത്ര മോശയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ്. ആ യാത്രയൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പിറുപിറുക്കുന്ന മോശയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ജനതതി. ഒരു പ്രാവശ്യം മോശ പോലും വളരെ സങ്കടത്തോടുകൂടെ ഇവരുടെ എതിർപ്പ് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാനല്ലല്ലോ ഇതിനെയെല്ലാം പ്രസവിച്ചത്, പിന്നെ എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു എന്ന് അത്രത്തോളം തീവ്രവേദനയോടുകൂടെ മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂലതകളെ അതിജീവിച്ച് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്ന യാത്ര നമുക്കറിയാം. ചെങ്കടലിന് മുന്നിലെത്തി. മറികടക്കുവാൻ സാധ്യതകളൊന്നും തെളിഞ്ഞു വരുന്നില്ല. പിൻപിൽ ഫറവോന് സൈന്യം കടന്നു വരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ദൈവസന്നിധിയിൽ മോശ പ്രാർത്ഥിച്ചു. ദൈവം കൊടുക്കുന്ന മറുപടി വളരെ രസാവഹമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വടി വെള്ളത്തിന് നേരെ നീട്ടുക. ദൈവമേ, പുറകിൽ ശത്രു സൈന്യം അധികം താമസിയാതെ എത്തും. വീണ്ടും അടിമത്തത്തിലേക്ക് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകും. ചെങ്കടല് കലങ്ങി മറിയുകയാണ്. എന്റെ കയ്യില് കുറെ കാലമായി ഒരു വടിയിരിപ്പുണ്ട്. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇതെനിക്ക് അല്പസ്വല്പം പ്രയോജനമായിരുന്നു. ഉയർന്ന ചില്ലകളൊക്കെ ഒന്ന് താഴ്ത്തി അതിന്റെ കിളുന്നുകൾ കുഞ്ഞാട്ടിൻകുട്ടികൾ കൊടിച്ചു കൊടുക്കുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. വഴി തെളിക്കുന്നതിന് കൊള്ളാം. ചെറിയ കുഴിയിലൊക്കെ ആട്ടിൻകുട്ടികൾ വീണാൽ അതിന്റെ വളഞ്ഞ അറ്റം കൊണ്ട് കോരിയെടുക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഉണക്കവടി. ഈ കലങ്ങി മറിയുന്ന വെള്ളത്തിന് നേരെ വടി നീട്ടിയിട്ട് എന്ത് പ്രയോജനം? ഉള്ള സമയത്ത് മുള കൊണ്ട് ചങ്ങാടമുണ്ടാക്കിയാൽ കുറെ ആളുകളെയും അക്കരെ എത്തിക്കാം. സാമാന്യ ബുദ്ധിയിൽ തോന്നും. ആ ഭാഗമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മോശ ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞില്ല. വടി നീട്ടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. മോശ അതനുസരിച്ചു. തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു, വെള്ളം ചിറ പോലെ മതില് പോലെ രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു. ദൈവജനം ഉണങ്ങിയ നിലത്തുകൂടി അക്കരെയെത്തി. സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന ഒരു ചിത്രമല്ല. വെള്ളം കലങ്ങി മറിഞ്ഞൊഴുകുമ്പോൾ കയ്യിലിരിക്കുന്ന വടി നീട്ടിയിട്ട് എന്ത് പ്രയോജനം? പക്ഷേ ചോദ്യങ്ങളില്ല. കാരണം എന്തു പറഞ്ഞുവെന്നല്ല ഇവര് ശ്രമിച്ചത്, മറിച്ച് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞതുകൊണ്ട് എന്തുമായിക്കൊള്ളട്ടെ അതനുസരിക്കുവാനായിട്ട് തയ്യാറായ നേതൃത്വ നിര. മോശയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് യോശുവ ഉത്തരവേറ്റെടുത്തു. പ്രതിസന്ധി തുടരുന്നുണ്ട്. ജനതതി കനാൻ നാട്ടിലെത്തിയില്ല. കനാൻ നാട് സമീപിച്ചു. മറ്റൊരു വലിയ പ്രതിസന്ധിയായിട്ട് യോശുവ പ്രവാചകന്റെ പുസ്തകം വരച്ചു കാണിക്കുന്നത് യെറിഹോ തടസ്സമായി നിൽക്കുന്നതായിട്ടാണ്. കനാൻ അടുത്തു. ഇത് മറികടക്കാതെ യാത്ര തുടരാനൊക്കില്ല.
മറ്റു വഴികൾ ലഭ്യമല്ല, മടങ്ങിപ്പോകാമെന്ന് കരുതിയാൽ അതിലും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിക്ക് മുമ്പിലും നേതാവ് പ്രാർത്ഥിച്ചു. ദൈവം പറയുന്നു, യെറിഹോവിനെ വലം വെക്കുക. 7-ാം ദിവസം 7 പ്രാവശ്യം വലം വെക്കുക, ആർപ്പിടുക. മതിലിനു ചുറ്റും റാസ നടത്തിയിട്ട് ദൈവമേ എന്താ കാര്യം? ചോദ്യങ്ങൾ ഉണ്ടായില്ല, അനുസരിച്ചു. വീണ്ടും രേഖപ്പെടുത്തുന്നു, തകരില്ല എന്ന് കരുതിയിരുന്ന യെറിഹോവ് തകരുന്നു. ജനതതി മുന്നോട്ട് യാത്ര ചെയ്യുന്നു. അനേകം ചിത്രങ്ങൾ ഇതുപോലെ ലഭ്യമാണ്. ഏലിയാവിന്റെ ജീവിതയാത്രയും ഇത് തന്നെയാ. ദൈവം പറഞ്ഞത് അക്കാലഘട്ടത്തില് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമുള്ളതാകാം, സ്വീകരിക്കാൻ സാധ്യമല്ലാത്തതാകാം. പക്ഷെ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല. ഏലിയാവ് അനുസരിച്ചു, അനുഗ്രഹീതമായി ജീവിച്ചു. പ്രിയമുള്ളവരെ, നിന്റെ ദൈനംദിന ജീവിതത്തിൽ നീ ബുദ്ധി ഉപയോഗിച്ചു കൊള്ളുക. പക്ഷെ നിന്റെ സൃഷ്ടാവിനെ, ദൈവത്തെ സമീപിക്കുമ്പോൾ ബുദ്ധിയുടെ കണ്ണടച്ചേ മതിയാകൂ. ബുദ്ധിയുടെ കണ്ണടയ്ക്കുക, ഭക്തിയുടെ കണ്ണ് തുറക്കുക. ദൈവം പഠിപ്പിക്കുന്ന 1-ാം പാഠം അതാ. ദൈവത്തെ സമീപിക്കുമ്പോൾ ബുദ്ധി വേണ്ട, ഭക്തി മതി എന്നുള്ളൊരു സുന്ദരമായ പടം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലേക്ക്, മാതാപിതാക്കളിലേക്ക് നമുക്ക് വെറുതെ ഒന്ന് യാത്ര ചെയ്യാം. ജീവിക്കുവാൻ വലിയ സാധ്യതകളൊന്നുമില്ലാതിരുന്നവരവര്. വലിയ ഉദ്യോഗമില്ല, 4-5 വക്കം ശമ്പളമില്ല, അല്പം സ്ഥലമുണ്ട്, അതില് പകലന്തിയോളം അധ്വാനിച്ച് ചോര നീരാക്കി കഷ്ടപ്പെട്ട് ജീവിച്ചവരാ. ഇന്നത്തെ പോലെയല്ല 5ഉം 8ഉം 10ഉം മക്കളുള്ള കാലഘട്ടം. എന്നിട്ടും എത്ര സന്തോഷത്തോടെ, എത്ര സമാധാനത്തോടുകൂടെ അവര് ജീവിച്ചു, മക്കളെ വളർത്തി. ജീവിക്കുവാനായിട്ട് സാധ്യതകളൊന്നുമില്ലാതിരുന്നപ്പോഴും വൈകിട്ട് അവർ കട്ടില് കണ്ടാൽ മതി, സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളവർ. എന്തുകൊണ്ട്? അവർ ഈ ഒരു അധ്യായം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശീലിച്ചവരാ. തലയില് ബുദ്ധി ഒട്ടുമില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞ വേണമെങ്കിൽ പറയാൻ ചേറായിരുന്നു തലയില്. സങ്കടങ്ങള് കൊട്ടക്കണക്കിനായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾ പേറി ഇവരും പള്ളിയില് ദൈവസന്നിധിയിൽ ചെല്ലുമായിരുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഈ സങ്കടത്തിന്റെ ചാക്കുകെട്ടുകളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കും. ദൈവമെന്നും സങ്കടങ്ങളുമായി വരുന്നവന് മറുപടി കൊടുക്കാറുണ്ട്. ഇവർക്ക് മറുപടി കൊടുത്തു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബുദ്ധി കുറവായതുകൊണ്ട് കൂടുതലൊന്നും അവർ ആലോചിച്ചില്ല. ദൈവം പറഞ്ഞതെന്തോ അതേപടി സ്വീകരിച്ചു. ഭവനത്തിൽ പോയി അനുസരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു. ഇന്ന് നമ്മുടെ കാലമോ ഇച്ചിരി പഠിച്ചു, ബുദ്ധിയൊക്കെ അല്പസ്വല്പമുണ്ട്. ഇന്നും സങ്കടങ്ങൾക്ക് കുറവില്ല. സങ്കടമായിട്ട് ദൈവസന്നിധിയിൽ വരാറുണ്ട്. ഇവിടെ വന്ന് സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കും. അന്ന് അവർക്ക് കൊടുത്തതുപോലെയുള്ള മറുപടികൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരല്പം ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ ആലോചിക്കും, ദൈവമേ നടപ്പുള്ള കാര്യമല്ലല്ലോ. വെള്ളത്തിന് നേരെ ഉണക്കവടി നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ ദൈവമേ എന്താ പ്രയോജനം? മതിലിന് ചുറ്റും നടന്നുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം? നേരം വെളുത്തു കഴിഞ്ഞിട്ടും വലയിറക്കിയാല് മീൻ കിട്ടുവാൻ എന്ത് സാധ്യത? ഒത്തിരി ചോദ്യങ്ങൾ. അതുകൊണ്ട് 10 കിലോ സങ്കടവുമായിട്ട് ദൈവസന്നിധിയിൽ വരും, തിരികെ പോകുന്നത് 20 കിലോവുമായിട്ട്. ഇന്നും ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്നുവെന്ന് അഭിമാനിക്കുമ്പോഴും നേരെ ചൊവ്വേ ഉറങ്ങുവാനായിട്ട് കഴിയാതെ ക്ലേശിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. എന്തുകൊണ്ട്? ഇത് നമ്മൾ പഠിച്ചു, പക്ഷെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് പലപ്പോഴും പരാജയപ്പെട്ട മക്കളാ. ഇവിടെയാണ് തിരുവെഴുത്ത്, ഏലിയാവിന്റെ ജീവിതയാത്ര, ഈ നോമ്പ് കാലഘട്ടം, അതിലെ പ്രാർത്ഥനകള് എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. മക്കളെ ദൈവത്തെ സമീപിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കേണ്ട, ഭക്തരായിട്ട് ഭക്തിയുടെ കണ്ണു തുറന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരിക. ബുദ്ധിയുടെ കണ്ണടയ്ക്കാം, ഭക്തിയുടെ കണ്ണു തുറന്നുകൊണ്ട് മുന്നോട്ടുള്ള നോമ്പിന്റെ ദിനങ്ങളെ ചിട്ടപ്പെടുത്തുവാനായിട്ട് പഠിക്കാം. താഴോട്ട് വായിച്ചാട്ടെ. വായിക്കുമ്പോൾ
ചിത്രം മാറി മറിയുകയാണ്. അവിടെ രേഖപ്പെടുത്തുന്നു, കുറെ കഴിഞ്ഞപ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി, കാക്കയുടെ വരവ് നിന്നു. ഏലിയാവിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും ഒത്തിരി ചോദ്യങ്ങൾ പൊന്തി വരാം. ദൈവമേ, നീ പറഞ്ഞിട്ട ഇത്ര വീറോടുകൂടെ ഞാൻ ആ ക്രൂരന്റെ മുമ്പിൽ പോയി ശബ്ദിച്ചത്. എന്റെ കാര്യങ്ങളൊക്കെ നീ ക്രമീകരിച്ചു, അതിലെനിക്ക് ഉറച്ചു നിൽക്കാമെന്നുള്ളൊരു ബോധ്യം എന്നെ ഭരിച്ചതുകൊണ്ടാ മുന്നും പിന്നും നോക്കാതെ ഞാൻ ഇടപെട്ടത്. പക്ഷെ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി, ഒന്നും ചോദിക്കുന്നില്ല. അവിടെയും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, തോട് വറ്റി കാക്കയുടെ വരവ് നിന്നു, ഏലിയാവ് അവിടെ നിന്നും യാത്ര ചെയ്തുവെന്ന ദൈവത്തിന്റെ കലാലയത്തിലെ അടുത്ത പാഠം ഇതാ. ദൈവം തന്ന അനുഗ്രഹങ്ങളാകാം, ചിലതൊക്കെ ചിലപ്പോൾ കുറയും, ചോർന്നു പോകും, വറ്റിപ്പോകുമെന്നുള്ള സത്യം. ദൈവം തരുന്ന നന്മകളാകാം, ചിലത് കുറയും, ചിലതൊടിയും, ചിലത് വറ്റിപ്പോകുമെന്നുള്ള സത്യം. ഏലിയാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നപ്പോൾ പിറുപിറുക്കാതെ, ദൈവത്തിനെതിരെ പ്രതിഷേധ ശബ്ദമുയർത്താതെ, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവിടെ നിന്നും യാത്ര ചെയ്ത് സരഫ്തയിലെ വിധവയുടെ വീട്ടുപടിക്കലെത്തുന്ന ഒരു ചിത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രകൾ ധ്യാനിച്ചാട്ടെ. ഒത്തിരി കെരീത്ത് തോടുകളെ വല്ലാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ഞാനും നിങ്ങളും. പ്രായമായവരോടൊക്കെ ചില വേളകളിലൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എന്നെ ആരും പേടിപ്പിക്കാനൊന്നുമില്ല, എനിക്ക് വസ്തുവകയുണ്ട്, പെൻഷനുണ്ട്, എൻ്റെ കാര്യമൊക്കെ. ചില വസ്തുക്കളില്, ചില സമ്പാദ്യങ്ങളില്, ആരോഗ്യത്തില്, മക്കളിലൊക്കെ വല്ലാതെ അങ്ങ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഈ ഊന്നുവടിയൊക്കെ എപ്പോഴും എന്നെ താങ്ങിക്കൊള്ളുമെന്നുള്ള ഒരു വല്ലാത്ത ബോധ്യത്തോടുകൂടെ ജീവിക്കുന്നവര്. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, കുഞ്ഞെ, ഇതൊക്കെ നിനക്ക് ദൈവം തന്നതാ, പക്ഷേ ചിലതൊക്കെ ഒടിഞ്ഞിരിക്കും, ചിലതൊക്കെ കുറയും, വറ്റുവാനുള്ള സാധ്യതയുണ്ടെന്ന്. മക്കളൊക്കെ എന്നും നോക്കിക്കൊള്ളുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറുതെ ഒരു ദിവസത്തെ പത്രമൊന്ന് വായിച്ചാൽ മതി, ഓരോരുത്തരും നേരിടുന്ന പ്രതിസന്ധികൾ തിരിച്ചറിയണമെങ്കിൽ. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിന്റെ കോണിലങ്ങ് പഠിപ്പിച്ചു തുടങ്ങിക്കോ. എൻ്റെ പിള്ളേരെന്നെ നോക്കുവാനായിട്ട് സാധ്യത തീരെ കുറവാണെന്ന്. നോക്കിയ ഭാഗ്യം, നോക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിട്ടാല് തളരാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ മനസ്സിന്റെ കോണിക്കുറിച്ച് നോക്കിയെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിലും ജീവിച്ചേ മതിയാകും. അതായത് ഊന്നുവടികൾ ഒടിയും, എന്തിനെന്ന് താഴോട്ട് പഠിപ്പിക്കുകയാണ്. ഏലിയാവിന്റെ ജീവിതത്തിലെ അവന്റെ കണ്ണില് അനുഗ്രഹമെന്ന് കരുതിയിരുന്നത് നഷ്ടപ്പെടുമ്പോൾ ഏലിയാവ് അവിടെ നിന്നും യാത്ര ചെയ്ത് സരേഫാത്തിലെ വിധവയുടെ വീട്ടുപടിക്കലെത്തി എന്ന് പറയുന്നു. അവിടെ എത്തി, വിധവയുടെ വീട്ടുപടിക്കലെത്തിയെന്ന് പറയുമ്പോഴേ വായനക്കാരന് വേദപുസ്തകം ഒരു ചിത്രം മനസ്സിൽ കൊടുക്കുക. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളൊരു ചിത്രമാണ്. കാരണം പഴയ നിയമ കാലഘട്ടത്തില് ഏറ്റവും വിലക്കുറവുള്ള വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഒരു യഹൂദൻ പറയും സ്ത്രീ എന്ന് പറയും. കാരണം 10 കൽപ്പനകളിൽ അവസാനത്തെ കൽപ്പന രേഖപ്പെടുത്തുന്നു, അയൽക്കാരന്റെ യാതൊന്നിനെയും മോഹിക്കരുതേ. എന്നിട്ട് യാതൊന്നിനെയും എന്നുള്ളതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അയൽക്കാരന്റെ വസ്തുവകകൾ, കന്നുകാലികൾ, ഭാര്യ, അങ്ങനെ പോന്നു. വസ്തുവക, കന്നുകാലി എപ്പം വേണമെങ്കിൽ വാങ്ങാം, എപ്പം വേണമെങ്കിൽ വിൽക്കാം. ഈ ഒരു ലെവലിലാ സ്ത്രീ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വെറും ഒരു കച്ചവട വസ്തു മാത്രമാണ്. അവരുടെ പ്രഭാതത്തിൽ ഒരു സ്തുതിപ്പുണ്ട്, ഇപ്രകാരമാണ്:
എന്നെ ഒരു പന്നിയായി സൃഷ്ടിക്കാതിരുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്നെ ഒരു സ്ത്രീയായി മെനയാതിരുന്നതിനാൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. അവർക്ക് ഏറ്റവും അറപ്പുള്ള മൃഗമാ പന്നി. ആ ലെവലിലാ അവർ സ്ത്രീയെ വീണ്ടും കാണുന്നത്. യഹൂദ റാബിമാര് പഠിപ്പിക്കുന്നുണ്ട്, ന്യായപ്രമാണ ചുരുള് ഒരു സ്ത്രീ തൊടുന്നതിനെക്കാട്ടിലും നല്ലത് അതങ്ങ് കത്തിച്ചു കളയുന്നതാണ്. യെരുശലേം ദേവാലയത്തിൽ ആരാധന നടത്തും, ബലിയർപ്പണം യെരുശലേം ദേവാലയത്തിൽ മാത്രം. ചില വേളകളിലൊക്കെ ശത്രുക്കൾ ആക്രമിച്ചിട്ട് യെരുശലേം ദേവാലയത്തിന് കേടുപാടുകൾ വരുന്നു, തകരുന്നുണ്ട്. യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോകുന്നുണ്ട്. ചിതറിപ്പോയിടത്തൊക്കെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടം പോലെ അവർ ഒരുമിച്ച് കൂടും ആരാധനയ്ക്ക്, സിനഗോഗ് ആരാധന. ദേവാലയത്തിലല്ലാതെ മറ്റെങ്ങും ബലിയർപ്പണം സാധ്യമല്ലാത്തത് കൊണ്ട് സിനഗോഗിലെ ആരാധനയുടെ ക്രമീകരണം ഒരുമിച്ച് കൂടും, സങ്കീർത്തനങ്ങൾ ആലപിക്കും, ന്യായപ്രമാണ ചുരുള് വായിക്കും. അക്കൂട്ടത്തിലെ പണ്ഡിതരായ ആളുകൾ ന്യായപ്രമാണ ചുരുള് വ്യാഖ്യാനിക്കും, അതിൽ ബലപ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കും, പ്രതിസന്ധി തരണം ചെയ്യും. ഇങ്ങനെയായിരുന്നു അവരുടെ ആരാധന ശൈലി. പക്ഷെ റാബിമാര് പഠിപ്പിക്കുകയാണ്, അടിമത്തത്തിൽ ഇത് നമ്മുടെ ബലമാകാം, ഊർജമാകാം, മുന്നോട്ട് പ്രയാണം ചെയ്യാൻ വെളിച്ചം തരുന്നതാകാം. പക്ഷെ ഒരു സ്ത്രീ സ്പർശിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതങ്ങ് കത്തിച്ചു കളയും. അങ്ങനെ ഒരു ഊർജം നമുക്ക് വേണ്ട. സിനഗോഗ് കൂടണമെങ്കിൽ പ്രത്യേക നിയമമുണ്ട്. കുറഞ്ഞത് 10 യഹൂദ പുരുഷന്മാരുണ്ടായിരിക്കണമെന്ന. 9 യഹൂദ പുരുഷന്മാരും 10,000 യഹൂദ സ്ത്രീകളും എത്തി സിനഗോഗ് ആരാധന കൂടുവാനായിട്ട് റൈറ്റ് ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ വിലയാണ്. ആ സ്ത്രീ വിധവയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കാ. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഏലിയാവ് അവിടെ നിന്ന് യാത്ര ചെയ്തു. വിധവയുടെ വീട്ടുപടിക്കൽ എത്തി എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിൽ പൊന്തി വരാനുള്ള ഒരു സാധ്യതയാ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊരു സാധ്യത. വിധവ ഉണങ്ങാട്ടിരുന്ന് വിറക് വെറുക്കുകയാ. വളരെ മയത്തിൽ ഏലിയാവ് ചെന്ന് പറഞ്ഞ്, എനിക്കൊരു ഇച്ചിരി വെള്ളം തരാമോ? വെള്ളം കിട്ടാൻ പാടാം, കാരണം അതികഠിനമായ ക്ഷാമമാണ്. എന്നാൽ വിധവ വെള്ളം എടുക്കുവാനായി പോയി. ഏലിയാവ് ഇത് തന്നെ തക്കം. ഏലിയാവ് പറഞ്ഞു, മടങ്ങി വരുമ്പോൾ വിശപ്പിന് എന്തെങ്കിലും കൂടെ കൊണ്ടുതരണേ. ഈ സ്ത്രീ അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ അല്പം മാവുണ്ട്, തുരുത്തിയിൽ അല്പം എണ്ണയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു മകനുണ്ട്. 2 അട ഉണ്ടാക്കി തിന്നാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ 2 പേരും ഓരോ അടയുണ്ടാക്കി തിന്നിട്ട് പിന്നീടുള്ള വാക്കെന്താ? മരിക്കാൻ പോകുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? ജീവിക്കാൻ. ഈ സ്ത്രീ പറയുകയാണ്, ഓരോ അടയുണ്ടാക്കി തിന്നിട്ട് മരിക്കാൻ പോകും. അതായത് സാധ്യതകളെല്ലാം അടഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ. നീ അടുത്ത കാൽ എവിടോട്ടെടുത്ത് വെക്കണമെന്ന് പോലും നിശ്ചയമില്ലാതെ ഞങ്ങൾ നിൽക്കുകയാ. ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധി. നാടൻ ഭാഷയെ പറഞ്ഞാൽ പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊടുത്തി പട. ദൈവമേ, ഒരിടത്തുനിന്ന് പ്രതിസന്ധിയെ മറികടക്കുവാനായിട്ട് ഇങ്ങോട്ട് വിട്ടപ്പോ ഇവിടെ അതിലും വലിയ പ്രതിസന്ധിയാണോ? പക്ഷെ താഴോട്ട് വായിച്ചാട്ടെ. ഇവൾ അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പം ഒരു അടയും കൊണ്ട് കൊടുത്ത് ഏലിയാവ് അത് ഭക്ഷിച്ചു. പിന്നീട് അത്ര സുന്ദരമായൊരു വിവരണമാ. ക്ഷാമകാലം തീരും വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, തുരുത്തിയിലെ എണ്ണ വറ്റിയില്ല. ഇനിയാണ് ചോദ്യം, കെരീത്ത് വറ്റിയത് എന്തിന്? തോട് വറ്റിയില്ലെങ്കിൽ ഏലിയാവ് അവിടുന്ന് അനങ്ങുമോ? ഒരിക്കലും അനങ്ങത്തില്ല. കാരണം രാജകൊട്ടാരത്തില് ഭക്ഷണം കുറവായിരിക്കാം, പട്ടിണിയാകാം. പക്ഷെ ഇവിടെ എന്റെ ദൈവം തോട്ടില് വെള്ളം തരുന്നുണ്ട്, കാക്ക ഭക്ഷണം തരുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ജീവിതത്തിൽ കെരീത്ത് തോടുകൾ ദൈവം തന്നെ അനുഗ്രഹങ്ങളാ. അത് വറ്റുമ്പോൾ, അത് മുഖം തിരിക്കുമ്പോൾ നിന്റെ കണ്ണീര് കണ്ട് സന്തോഷിക്കാനുള്ള ദൈവത്തിന്റെ കൊതി കൊണ്ടല്ല, നിന്നെ ഒന്ന് കരയിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇതിലും സുന്ദരമായ മറ്റൊരനുഗ്രഹം നിനക്ക് ഒരുക്കിയിട്ടുള്ളിടത്ത് നിന്നെ എത്തിക്കണമെങ്കിൽ ഇന്ന് നീ മുറുകെ പിടിച്ചിട്ടുള്ള ചില കെരീത്ത് തോടുകൾ വറ്റിയേ മതിയാകൂ. നിന്നെ പുലർത്തുമെന്ന് നീ വിശ്വസിക്കുന്ന ചില ഊന്നുവടികള് ഒടിഞ്ഞേ മതിയാകൂ. കെരീത്ത് തോട് ഒരു അനുഗ്രഹത്തിന്റെ ചിത്രമാ ഏലിയാവിനെ സംബന്ധിച്ച്. മനസ്സിൽ വേണമെങ്കിൽ ഏലിയാവിന് ചിന്തിക്കാം, രാജാവ് പോലും പാടുപെട്ടാ കഴിക്കുന്ന, പക്ഷേ ഇവിടെ എനിക്ക് തോട്ടിൽ വെള്ളമുണ്ട്, കാക്ക ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കുഴപ്പം നമുക്ക് കാണാം. കാരണം ഭക്ഷിക്കണമെങ്കിൽ കാക്ക ഭക്ഷണം കൊണ്ട് തരുമ്പോഴേ ഒക്കത്തുള്ളില്ലേ. ദൈവം ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, ആ സമയത്തെ ഭക്ഷണം കൊണ്ടുവരത്തുള്ളൂ. നമ്മുടെ മെസ്സോളിൽ ബെല്ലടിക്കുമ്പോൾ കഴിക്കുന്നത് പോലെ ഏലിയാവിന് കൊതി വരുമ്പം ഭക്ഷണമൊക്കെ ഇല്ല, പക്ഷെ കാക്ക കൊണ്ടു തരുമ്പം ഭക്ഷണം. അതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ദേശം മുഴുവൻ നരകിക്കുക. ദൈവത്തെ പറ്റിയുള്ള വളരെ സുന്ദരമായൊരു ചിത്രമാത്. രാജാവ് പോലും പ്രയാസപ്പെടുമ്പോൾ എന്റെ ദൈവം എന്റെ കാര്യങ്ങൾ ഇത്ര നന്നായിട്ട് നിറവേറ്റുന്നുണ്ടല്ലോ. പക്ഷേ സാധ്യതകളൊന്നുമില്ല എന്ന് കരുതിയ വിധവയുടെ വീട്ടുപടിക്കൽ ചെന്നിട്ടുള്ള അനുഭവം എന്താ? അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്ഷാമകാലം തീരും വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, തുരുത്തിയിലെ എണ്ണ വറ്റിയില്ല. സാധനമുണ്ട്, വിശപ്പെപ്പം വരുമോ, എപ്പം കഴിക്കണമെന്ന് തോന്നുമോ അപ്പം കഴിക്കാനുള്ള സാധ്യത. അതും നിന്റെ കാലിൽ നിനക്ക് എൽപ്പം നിൽക്കാനായിട്ട് പ്രാപ്തമാകുമോ അതുവരെ. ഒന്ന് അനുഗ്രഹമാണെങ്കിൽ അത് മാറിക്കഴിഞ്ഞപ്പോൾ സങ്കടമെന്ന് തോന്നിയേക്കാം, പക്ഷെ അതിലും സുന്ദരമായ മറ്റൊരു അനുഗ്രഹത്തിലേക്കാണ് ദൈവം കൊണ്ടെത്തിക്കുന്നത്. എല്ലാ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ചിലതൊക്കെ ഇന്നെനിക്ക് പ്രതിസന്ധി എന്ന് തോന്നിയേക്കാം. സ്വാഭാവികമായിട്ടും ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്തിനെന്നോടിങ്ങനെ? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഭക്തിയോടുകൂടെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ, എന്റെ കുടുംബത്തിന് ഇങ്ങനെ? ഇത് തന്നെയാണ് ഉത്തരം. ഇപ്പം നിനക്ക് തന്നിട്ടുള്ളതിലും സുന്ദരമായ മറ്റു ചിലത് ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് നിന്നെ കൊണ്ടെത്തിക്കണമെങ്കിൽ എനിക്കിതേയുള്ളൂ മാർഗം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല. യോബിന്റെ പുസ്തകം നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അധ്യായത്തിൽ എത്ര അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്ന ഒരു ഭക്തി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 മക്കള്, ആടുമാടുകള്, കന്നുകാലികള്, വസ്തുവകകള്, ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യൻ, കോടിപതി. അതുമാത്രമല്ല, ദൈവത്തിന്റെ കണ്ണില്, മനുഷ്യന്റെ കണ്ണിൽ ഇത്ര നീതിയോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ, നിഷ്ഠയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനില്ല. എല്ലാവരെയും കൊതിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഉടമ. അവിടെ പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ചുകൂടും, സൽക്കാരങ്ങളിൽ ഏർപ്പെടും. ഇന്നത്തെ സൽക്കാരം എന്റെ ദൈവത്തിന് ഏതെങ്കിലും വിധത്തിൽ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്ന, ആരാധന നടത്തുന്ന അനുഗ്രഹീത കുടുംബം. പക്ഷെ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ പ്രതിസന്ധിയ. മക്കള് മരിക്കുന്നു, വസ്തുവകകള്, കന്നുകാലികളെല്ലാം നാനാവിധമാകുന്നു, ആരോഗ്യം ചോരുന്നു, കാലിന്റെ അടിതൊട്ട് ഉച്ചിവരെ സൂചി കുത്തുവാൻ പോലും സ്ഥലമില്ലാതെ വേദനപ്പെട്ട് ഞരങ്ങുന്ന യോബിന്റെ പുസ്തകം, യോബിന്റെ ചിത്രം. വസ്ത്രം ധരിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് ചാരത്തില് ഒട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞ് സമയം ചെലവഴിക്കേണ്ട ഒരവസ്ഥ. അപ്പോഴും ഒരു അല്പം ആശ്വാസം, സങ്കടം ഒന്ന് ഇറക്കി വെക്കുവാൻ ഭാര്യ കീഴെ ഇരിപ്പുണ്ടല്ലോ. നമുക്കറിയാം, മനസ്സിന് പ്രയാസം വരുമ്പോൾ ആരോടെങ്കിലും, വിശ്വസിക്കുന്ന ആരോടെങ്കിലും അത് പങ്കുവെച്ചാൽ ഒരു ബലമാണ്. ആ ഒരു ധൈര്യത്തിലാ രോഗാവസ്ഥയിൽ ഇയ്യോബ് കഴിഞ്ഞുകൂടിയത്. പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീ വന്ന് ഇയ്യോബിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് സ്നേഹിതന്മാര് വരുന്ന ഒരു വിവരണമാണ്. 3 പേര് വന്നു. അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇയ്യോബിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ 7 ദിവസം ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരുന്നു. പിന്നീട് സംസാരിച്ചു തുടങ്ങി. പറഞ്ഞു തുടങ്ങുന്നത് എന്താ? ഇയ്യോബേ,
നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നീതിയോടെ നിഷ്കളങ്കതയോടെ നടന്നിട്ട് ആർക്കെങ്കിലും ദോഷം വന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ചോദിച്ചതിന്റെ അർത്ഥം എന്താ? ഇന്ന് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, നീ എന്തോ ചെയ്തിട്ടാ, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. ആശ്വസിപ്പിക്കുവാനായിട്ട് വന്നവര് കുത്തി നോവിക്കുന്ന ഒരു ചിത്രം. പക്ഷെ അവസാന അധ്യായം 42-ാം അധ്യായം 5-ാം വാക്യത്തില് യോബ് എത്ര സുന്ദരമായൊരു സാക്ഷ്യമാണ് നൽകുന്നത്. ദൈവമേ, ഇതുവരെ നിന്നെ പറ്റി ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. അനുഗ്രഹത്തിന്റെ കൊടുമുടിയിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ നിന്നോടുള്ള നല്ല ബന്ധത്തിലാണ് ജീവിച്ചത്. നിന്നെ കേട്ടതിനെ ഞാൻ എന്റെ ജീവിത ചിട്ടകൾ പാലിച്ചത്. പക്ഷെ എന്റെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയപ്പോൾ നിന്നെ ഞാൻ കേൾക്കുകയല്ലായിരുന്നു, മറിച്ച് കാണുകയായിരുന്നു. കേൾക്കുന്നത് അല്പം ദൂരെയാണെങ്കിലും കേൾക്കാം, ദൂരം കൂടിയാൽ കാഴ്ചയൊക്കെ. ഇയ്യോബ് പറയുക, ഓരോ സങ്കടങ്ങളും ദൂരെ നിൽക്കുന്ന ദൈവത്തെ നിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുന്നതാ. കേൾവിയുടെ തലത്തിൽ നിന്നും കാഴ്ചയുടെ തലത്തിലേക്ക് നീ എത്തിച്ചേരണമെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്നതിലും വലിയ അനുഗ്രഹങ്ങളെ നിനക്കൊരുക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണം ജീവിതത്തിൽ വന്നുപെട്ടിരുന്നു. ബുദ്ധിയുടെ കണ്ണടയ്ക്കുക, ഭക്തിയുടെ കണ്ണ് തുറക്കുക. ദൈവം തന്നെ അനുഗ്രഹങ്ങളാകാം, ചോർന്നിരിക്കും. നിന്നെ കണ്ണീര് കുടിപ്പിക്കാനല്ല, സുന്ദരമായ മറ്റു ചില അനുഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുള്ളിടത്തേക്ക് നിന്നെ എത്തിക്കുന്നതിനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. വീണ്ടും ബുദ്ധിയില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാരിലേക്കൊന്ന് വരാം. അവരെത്രയോ പ്രാവശ്യം എന്നെ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞേ, ഒരു വാതിലടഞ്ഞാൽ മറ്റ് 9 വാതില്, 10 വാതില്, 100 വാതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു വാതിലെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറന്നു തരുന്ന ദൈവമല്ല, അനേക വാതിലുകൾ തുറന്നു തരുന്ന ദൈവത്തെ അവർ പരിചയപ്പെടുത്തുന്നത്. അവർ പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാ. പ്രതിസന്ധികളിൽ ഒരു വാതിലടഞ്ഞപ്പോൾ മറ്റനേക വാതിലുകളിൽ കൂടി ജീവിതത്തെ ക്രമീകരിച്ച നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ നിങ്ങൾ എന്താ തോറ്റുപോകുന്നത്? ഇന്നും ഇതൊരു യാഥാർത്ഥ്യമോ? പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇച്ചിരി വായിച്ചു പഠിച്ചു, പ്രത്യേകിച്ച് ഇച്ചിരി സയൻസ് കൂടുതൽ പഠിച്ചു. ഒരു വാതിലടയുമ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കും, ഇതെങ്ങനെ അടഞ്ഞു എന്നുള്ളൊരു പരീക്ഷണത്തില്ല, ഇതെങ്ങനെ തുറക്കാനായിട്ട് കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചത് ദൈവമാണ്. അടച്ച വാതിൽ തുറക്കാനൊക്കില്ല. പക്ഷേ മറ്റനേക വാതിലുകൾ ദൈവം തുറന്നിട്ട് തന്നത് നോക്കാതെ അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് നിൽക്കുന്ന എന്നോട്, നിങ്ങളോടാണ് തിരുവെഴുത്ത്. ഏലിയാവിന്റെ ജീവിതം ദൈവത്തിന്റെ സ്കൂള് പഠിപ്പിക്കുന്നത്, ഒരനുഗ്രഹം നിനക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റനേക അനുഗ്രഹങ്ങൾ ഒരുക്കിയിടത്തേക്ക് നിന്നെ നയിക്കുവാനായിട്ട് ദൈവം സ്വീകരിക്കുന്ന പദ്ധതിയാണ് വിധേയപ്പെടുക. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ഏലിയാവിനെ പിന്നീട് കാണുന്നത് കർമ്മേൽ പർവ്വതത്തില. ഒരു വലിയ പോരാട്ടം. ആരുടെ ദൈവമാണ് സത്യദൈവം തെളിയിക്കപ്പെടണം. യാഗവസ്തുവിനെ ഇരുകൂട്ടരും അറുത്തുവെക്കും. അവരവർക്ക് പ്രാർത്ഥിപ്പാനായിട്ട് സമയം ലഭിക്കും. ആര് പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിക്കുമോ അവരുടേത് സത്യദൈവം. ഒരു ഭാഗത്ത് ഏലിയാ പ്രവാചകൻ, മറുഭാഗത്ത് ആഹാബ് രാജാവ്, ക്രൂരയായ ഇസബേൽ രാജ്ഞി, ബാലിന്റെ 450 പ്രവാചകന്മാര്. രാജാവിനെ പേടിച്ചിട്ടാകാം ജനതതി മുഴുവനും. ഒരു ഭാഗത്ത് ഏലിയാവ്, മറുഭാഗത്ത് മതവും രാഷ്ട്രീയവും സാമൂഹ്യ പശ്ചാത്തലവും എല്ലാം എതിർന്നു നിൽക്കുകയാണ്. ഏലിയാവിന് ഒരു കുലുക്കവുമില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ സിലബസിലെ അടുത്ത പാഠം ഇതാ. ഇന്നലകളിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും മനസ്സിൽ കോറിയിടുന്നവൻ
ഇന്നുകളിലെ സങ്കടത്തിൽ തളരുകയില്ല. ഒരു വലിയ പ്രതിസന്ധി രാഷ്ട്രം മുഴുവനും എതിര് നിൽക്കുമ്പോഴും ഏലിയാവ് പേടിക്കാൻ നിൽക്കുകയാ. ഏലിയാവ് മനസ്സിൽ പറയുകയാ, ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? ഇതിലും വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം എന്നെ ഇത്രത്തോളം എത്തിച്ചത്, പിന്നെ ഞാൻ ഇവിടെ എന്തിനു പേടിക്കണം? രാജാവ് പട്ടിണി കിടക്കുമ്പോൾ ദൈവം എനിക്ക് കെരീത്ത് തോട്ടില് വെള്ളം തന്നു, കാക്ക ഭക്ഷണം കൊണ്ട് തന്നു. എന്ത് ഭക്ഷണമാ കൊടുത്തത്? അപ്പവും ഗ്രീൻ പീസ് കറി ആണോ? എന്തുവാ? ഇറച്ചിയാ ഇല്ലേ? ഒരു 10-20 വർഷം പുറകോട്ടൊന്ന് പോയാട്ടെ, ഇറച്ചി കഴിച്ചിട്ടുള്ളത് എപ്പോഴാ? പെരുന്നാൾ വരണം, ഈസ്റ്റർ വരണം, ക്രിസ്മസ് വരണം, അല്ലെങ്കിൽ ഇറച്ചി കിട്ടത്തില്ല. ഇന്ന് പക്ഷേ എളുപ്പമാണ്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടുകാരൻ പുറത്തോട്ട് പോകുമ്പോൾ പറയും ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വരണേ. കാരണം എന്നാ? കറി വെച്ച ഒരു 2 ദിവസമെങ്കിലും കാര്യം നടക്കും. പിന്നെ കറിയൊന്നും അന്വേഷിക്കാൻ എളുപ്പ വഴി. പക്ഷെ കുറെ പുറകോട്ട് പോയാൽ ഇറച്ചി കഴിക്കാനായിട്ട് ഭാഗ്യം കിട്ടണം വല്ലപ്പോഴും. അതായത് ഇറച്ചി എന്ന് പറഞ്ഞാല് ഗ്രേറ്റ് ഫുഡാ. ഇവിടെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഭക്തന് ക്ഷാമകാലത്ത് ഇവൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞവന് ഭക്ഷണം കൊടുക്കുന്ന ചിത്രമല്ല, കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡ് ഫുഡ് അവന് കൊടുക്കുന്ന ഒരു ചിത്രം. ഏലിയാവ് ധ്യാനിക്കുകട, രാജാവിന് പോലും ഇത്ര നല്ല ഭക്ഷണമില്ല. എന്റെ ദൈവം എന്നെ കെരീത്ത് തോട്ടിന്റെ തീരത്ത് എത്ര സുന്ദരമായിട്ടാണ് പുലർത്തിയത്. അവിടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തളരുമെന്ന് കരുതി, പക്ഷെ ചെന്നെത്തിയപ്പോഴോ അതിലും ശ്രേഷ്ഠമായ ഒരു തലത്തിലാണ് ദൈവം എന്നെ നടത്തിയത്. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ പേടിക്കുന്നത്? ഇന്നലകളിലെ ദൈവത്തിന്റെ നടത്തിപ്പ് മനസ്സിൽ നന്നായിട്ടൊന്ന് പതിക്കണം. വീണ്ടും പഠിത്തമില്ലാത്ത അപ്പച്ചമാരിലേക്കൊന്ന് വരാം. അവര് പഠിപ്പിച്ചിട്ടില്ലേ, കുഞ്ഞെ തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? തീ കൂടെ കടന്നു വരുന്നവന് വെയില് കണ്ടാൽ എന്തിനാ വെപ്രാളം? എന്നിട്ടും ഞാൻ നിങ്ങളും തോറ്റുപോകുന്നു. പാഠം പഠിക്കാനുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാ. സങ്കടങ്ങൾ വരുമ്പോൾ പതിൽ കവിഞ്ഞ് പ്രാർത്ഥന നമുക്ക് കൂടുമില്ലേ? സാധാരണ രീതിയിലാണ് ഉച്ചയ്ക്കൊക്കെ സീരിയലൊക്കെ കണ്ടിരിക്കും, വേദപുസ്തകം ഷോക്കേസിലിരിക്കും. ചില കണ്ണീരൊക്കെ വന്നാൽ, പ്രയാസമൊക്കെ വന്നാൽ ഉച്ചയ്ക്കത്തെ TV കാണലൊക്കെ കുറയും. അറിയാതെയാണെങ്കിൽ വേദപുസ്തകം എടുത്തു വെച്ചൊക്കെ ഒന്ന് വായിക്കും. ദൈവത്തിന് ചില പോരായ്മകളൊക്കെ ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ വായിച്ചിട്ടുണ്ട്, ജയലളിതയുടെ വീക്ക്നെസ് ആയിരുന്നെന്ന് സാരി ചെരുപ്പ്, വീട് മുഴുവനും സാരി ചെരുപ്പുമായിരുന്നെന്ന്. വീക്ക്നെസ് ഉള്ളവരെ മറ്റുള്ളവർ മുതലെടുക്കുന്നത് ആ വീക്ക്നെസ്സെ പിടിച്ചുകൊണ്ടാണ്. അതുപോലെ ദൈവത്തിന് ഒരു വലിയ പോരായ്മയുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്. ഒന്ന് കരഞ്ഞു കാണിച്ചാൽ മതി, അന്നേരം വീഴും. കണ്ണീര് കാണിച്ചാൽ മതി, അന്നേരം ദൈവം നമ്മുടെ വഴിക്ക് വരും. സങ്കടം വരുമ്പോൾ വേദപുസ്തകം എടുത്ത് വായിക്കും, പ്രാർത്ഥിച്ചു തുടങ്ങും. നമ്മുടെ കണ്ണീര് കാണുമ്പോൾ അവിടെ സഹതാപം ഉണ്ടാകും, അന്നേരം പ്രയാസം മാറ്റിത്തരും. പ്രയാസം മാറിക്കഴിയുമ്പോഴോ വേദപുസ്തകം വീണ്ടും ഷെൽഫിൽ പോകും, നമ്മൾ വീണ്ടും TVയുടെ മുന്നിൽ വരും. വീണ്ടും അടുത്ത സങ്കടം വരുമ്പം വീണ്ടും ഇതേ പണി. വീണ്ടും ദൈവത്തിന് ഒരു രോഗം കൂടെയുണ്ട്, നല്ല അർത്ഥത്തിൽ എടുക്കണേ. ശരിക്കും പറഞ്ഞ നാടൻ ഭാഷ ഉപയോഗിച്ച് ഒരു പൊട്ടന മറവി അല്പം കൂടുതലാ. പണ്ടിതുപോലെ സങ്കടം വന്നപ്പോ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാ. അന്ന് ഇവന്റെ എല്ലാ കാര്യവും ഒക്കെ കൊടുത്ത, പിന്നെ ഇവനെ കാണുന്നത് ഇന്നാ. പക്ഷെ തമ്പുരാൻ അതൊക്കെ അന്നേരം മറന്നു. ശരിക്കും പറഞ്ഞ ദൈവത്തിന് മറവിയില്ലായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇനിയില്ലേ, ദൈവത്തിന്റെ മറവിയാ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനം. വീണ്ടും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും പഴയത് ഓർക്കാത്തത് കൊണ്ട്, മറന്നുപോയത് കൊണ്ട് വീണ്ടും അനുഗ്രഹിക്കും. പക്ഷെ ഇങ്ങനെ അങ്ങ് പോവുകയാ. ഇവിടെയാണ് ദൈവത്തിന്റെ സ്കൂള് പഠിപ്പിക്കുന്ന, കുഞ്ഞേ നീ വെറുതെ നിന്റെ ഇന്നലകളെ ഒന്ന് ധ്യാനിച്ചാൽ പോരെയോ? എന്തും വേണ്ടി സങ്കട കയത്തിൽ നിന്ന് നിന്റെ നാഥന് നിന്നെ ഇത്രത്തോളം എത്തിച്ചത്.
ചോർന്നൊരിക്കുന്ന വീട്ടിൽ നിന്നും ഇത്രത്തോളം നിന്നെ ഉയർത്തി. 4 നേരം ഭക്ഷണം കഴിക്കുവാനുള്ള സാധ്യതകളാ. ഒരു നേരം നിന്നെ പാടുപെട്ട് കഴിച്ചെടുത്ത് നിന്റെ ദൈവം എത്ര ഒരുക്കിയത്. നിന്റെ മക്കൾ വിദേശത്തൊക്കെ പോയി ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സാധ്യതകളല്ലേ ലഭിച്ചിട്ടുള്ളത്. ഇന്നലകളിൽ നടത്തിയത് മനസ്സിൽ നന്നായിട്ട് സീല് കുത്തിയാലേ ഇന്നൊരു പ്രതിസന്ധി വരുമ്പോൾ തളരാതിരിക്കത്തുള്ളൂ. ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ള ചിത്രം ഏലിയാവത പഠിപ്പിച്ചത്. ഇന്നലകളിൽ നടത്തിയ നാഥൻ എന്നോട് കൂടെയുണ്ട്, പിന്നെ ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ഞാൻ എന്തിനു ഭയപ്പെടണം. ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തീയിറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ഏലിയാവ് തന്നെ ഏലിയാവിന്റെ ദൈവം സത്യദൈവമെന്ന് തെളിയിച്ചു. അന്നേരം ജനതയെല്ലാം ഏലിയാവിനോടൊപ്പമായി ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ ഇസബേലിന് കോപം മുഴുത്തു. ആഹാബിന് നേരത്തെ കോപമുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു പോയി. ഇസബേലിന് കോപം മുഴുത്തപ്പോൾ ഏലിയാവ് ഓടി മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിപ്പാനായിട്ട് ആഗ്രഹിച്ചു. സ്ത്രീക്ക് കോപം വന്നു കഴിഞ്ഞാല് പിന്നെ പിടിച്ചാ നിൽക്കത്തില്ല. അതുകൊണ്ട് വളരെ വേഗം ഒന്നും കോപിക്കല്ലേ കേട്ടോ. ഏലിയാവ് ഇത്രം വീറോടുകൂടെ ജീവിച്ചവൻ ഇസബേലിന് കോപമായെന്ന് കണ്ടപ്പോൾ പിന്നെ പിടിച്ച രക്ഷയില്ലെന്നറിയാം. മരുഭൂമിയിൽ പോയി എനിക്കങ്ങ് മരിച്ചാ മതി എന്ന് പറഞ്ഞ് അവിടെ കിടന്നു. നോക്കിയാട്ട് എന്തൊരു മാറ്റമാ. ഒരു മടിയും കൂടാതെ ഭയവും കൂടാതെ ക്രൂരനായ ആഹാബിനോട് പോയി ദൈവത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയവൻ ഇന്നിതാ മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാ. ദൈവത്തിന്റെ കലാലയത്തിലെ അടുത്ത പാഠമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് നിനക്ക് തോന്നുമ്പോഴും നിരാശയുള്ളിലുണ്ട്, തലപൊക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നിരാശ കൂടപ്പറപ്പാതെ ഏത് സമയത്തും തലപൊക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല. മരിപ്പാനായിട്ട് ആഗ്രഹിച്ചു. ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടിയുണർത്തി ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. ഭക്ഷിച്ചിട്ട് യാത്ര ചെയ്യുന്ന ചിത്രമൊക്കെ നമുക്കറിയാം. അവിടെ വെച്ചൊരു മൃദുസ്വരത്തില് ഏലിയാവ് ദൈവ ശബ്ദം കേൾക്കുന്നു, ദൈവത്തെ ദർശിക്കുന്നു. അവിടെ വെച്ച് ഏലിയാവിന്റെ നിരാശയുടെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏലിയാവ് പറയുകയാ, ദൈവമേ, ഇക്കാലം അത്രയും ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇന്നും എന്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. എന്റെ കാലമൊക്കെ കഴിയാറായി. ഇനി ജനതയെ നയിക്കുവാനായിട്ട് മറ്റാരുമില്ല. ഇപ്പോഴത്തെ കാര്യം ഓർത്തല്ല, നാളെകളെ ഓർത്തങ്ങ് വല്ലാതെ വേവലാതിപ്പെടുക. കൂടെ ആരുമില്ല, ഒറ്റപ്പെടലിന്റെ അവസ്ഥയാണല്ലോ എന്നുള്ള ചിന്ത ഏലിയാവിനെ നിരാശനാക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും നിരാശയുടെ അടിസ്ഥാനം ഇത് തന്നെയാ, ഒറ്റപ്പെടല്. വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു എന്ന ചിന്തയാകാം. വീട്ടിലെല്ലാരും ഉള്ളപ്പോഴും മനസ്സുകൊണ്ട് ഒറ്റപ്പെടുന്ന ജീവിതങ്ങൾ അനവധിയാണ്. ഇന്നുകളെ ഓർത്ത് ആർക്കും സങ്കടമില്ല, നാളെകളെ ഓർത്ത. കഞ്ഞിക്കലം അടുപ്പത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇന്നത്തെ കാര്യം ഓക്കെ ആയിരുന്നില്ലേ? അങ്ങനല്ലേ? സത്യം പറയണം, ഒറ്റവെപ്പല്ലേ? ഒറ്റ വെപ്പല്ലേ? അതായത് രാവിലെ വെച്ച വൈകുന്നേരം വരെ ഓക്കെ ആകണമെന്നുള്ള രീതിയിലല്ലേ പണി കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് രാവിലെ ചോറും പാത്രം അടുപ്പത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വൈകിട്ട് വരെയുള്ള ഭക്ഷണം. പിന്നെന്താ വേവലാതി? നാളെകളെ ഓർത്ത. മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മക്കളുടെ ഭാവി, അവരുടെ പഠനം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, നാളെകളെ ഓർത്ത് വല്ലാതെ വേവലാതിപ്പെടുക, ഒറ്റപ്പെടല. ഇവിടെ ഏലിയാവും അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലാണ് ജീവിച്ചത്. അതാണ് അവനെ നിരാശപ്പെടുത്തിയത്. ദൈവം അവനോട് പറയുന്നു, നീ ഇത്ര തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് റേഞ്ച് കുറവാ, പക്ഷേ നിന്നോടുള്ള എനിക്ക് നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ നീ എന്തിനാ വേവലാതിപ്പെടുന്നത്? നിന്റെ വിചാരം നീ ഏതൊക്കെ ചെയ്തു ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. അങ്ങനെയല്ല.
ഇന്നും ബാലിന്റെ മുമ്പിൽ മുട്ടുമുടക്കാത്ത 7000 പേര് ഈ ദേശത്തുണ്ട്. നിനക്ക് കാണാനൊക്കാത്തത് നിന്റെ റേഞ്ച് കുറവ് കൊണ്ടാ, പക്ഷേ എനിക്കിതൊക്കെ ബോധ്യമുണ്ട്. നിന്റെ ശേഷം ജനതയെല്ലാം ചെതറിപ്പോകുമെന്നുള്ള നിന്റെ തോന്നല. നിനക്ക് ശേഷം ഇവരെ ഭരിക്കുവാനായിട്ട്, ശുശ്രൂഷിക്കുവാനായിട്ട് രാജാവിനെ ക്രമീകരിച്ചു. ഏലീശായെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള ക്രമീകരണവും സ്വീകരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പല കാര്യത്തിലും റേഞ്ച് കുറവായിരുന്നു. ഇന്ന് വരെയുള്ള ജീവിതത്തിലെ എല്ലാം ധ്യാനിച്ചുകൊണ്ട് നാളുകളെ നമ്മൾ കാണുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ പ്രതിസന്ധി എന്നും മുന്നോട്ടുള്ള വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുകയാണെന്നും തോന്നാം. പക്ഷെ തമ്പുരാൻ നമ്മുടെ നാളുകളെ കണ്ടുകൊണ്ട് ഇന്നുകളിൽ ഓരോന്ന് ക്രമീകരിക്കുന്നു. അതുകൊണ്ട് എന്റെ റേഞ്ചിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ളവനല്ല ഞാൻ. ദൈവത്തിന്റെ റേഞ്ചിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ. അതുകൊണ്ടാ ദൈവത്തിന്റെ കൽപ്പന ദൂതൻ പറയുന്ന, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. മരിക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഇനി നീ ഒത്തിരി യാത്ര ചെയ്ത് പലതും ചെയ്യാനായിട്ടുണ്ടെന്ന് ദൈവം ബോധിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് ഭക്ഷിച്ചു. ആ ഭക്ഷണത്തിന്റെ ശക്തിയിൽ 40 രാവും 40 പകലും യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം എത്തിയെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സങ്കടങ്ങളും പേറി ദേവാലയത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയല്ലേ? സങ്കടങ്ങളും പേറി ഇവിടെ വന്ന് ഇതൊക്കെ ഇറക്കി വെക്കുമ്പോൾ, കുമ്പസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് കുർബാന അനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നുണ്ടില്ലേ? കുർബാന അനുഭവിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ എന്താ ചൊല്ലുന്നേ? അപ്പവും വീഞ്ഞും വിശ്വാസ സമൂഹത്തിന് തരുന്നുവെന്നാണോ? ആണോ? തിരുശരീര രക്തങ്ങൾ വിശ്വാസ സമൂഹത്തിന് നൽകുന്നുവെന്നാണ്. തിരുശരീരവും തിരുരക്തവും തമ്പുരാന്റെ ശരീരവും രക്തവുമാണ്. അതാ നമ്മൾ സ്വീകരിക്കുന്നത്. അത് സ്വീകരിച്ചു കഴിഞ്ഞ ഉള്ളിലാരാ? ക്രിസ്തുവല്ലേ? പിന്നെ ഞാനും നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഒറ്റപ്പെടലുകൊണ്ട് വല്ലാതെ നിരാശപ്പെടുമ്പോൾ ഇന്നും ദൈവത്തിന്റെ പദ്ധതി, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിന്നെ കൊണ്ട് എനിക്ക് ഒത്തിരി ചെയ്യാനായിട്ടുണ്ട്. നിരാശ കൂടപ്പറപ്പ തലപൊക്കും. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ഒറ്റപ്പെടലിൽ നിന്നും മുന്നേറുവാനായിട്ടുള്ള അനുഗ്രഹീതമായ പാഠം ഇവിടെ നൽകുകയാണ്. അവസാനമായിട്ട് ഏലിയാവിനെ ദർശിക്കുന്ന യോർദാന്റെ തീരത്ത ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഏലീശായെ കൂടെ ശുശ്രൂഷകനായിട്ടെടുത്തു. പിന്നീട് യാത്രയാണ്. ഏലീശായ്ക്ക് അറിവ് കിട്ടി, ഏലിയാവ് ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടാൻ സമയമായി. അതുകൊണ്ട് വിടാതെ ഏലിയാവിനെ പിൻപറ്റുക. ഓരോ സ്ഥലത്തും ചെന്നിട്ട് ഏലിയാവ് ഏലീശായോട് പറഞ്ഞു, നീ ഇവിടെ കഴിഞ്ഞോ, ഞാൻ മുന്നോട്ട് പോവുക. പക്ഷെ ഏലീശ വിടാതെ പിൻപറ്റി. അവസാനം യോർദാന്റെ തീരത്തെത്തി. അവിടെ രേഖപ്പെടുത്തുന്നു, സ്വർഗത്തിൽ നിന്നും അഗ്നിരഥങ്ങൾ ഇറങ്ങി വന്ന് ഏലിയാവെ ഉടലോട് സ്വർഗത്തിലേക്ക് എടുത്തു. അത് ദർശിച്ച ഏലീശായ്ക്ക് ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ ലഭിച്ചു. ഏലിയാവിൽ നിന്നും അനുഗ്രഹത്തിന്റെ പുതപ്പ് താഴെ വീണു. അത് സ്വീകരിച്ച് ഏലീശ മുന്നോട്ട് യാത്ര ചെയ്തു. മരിക്കണമെന്ന് വല്ലാതെ കൊതിച്ച് നിരാശപ്പെട്ടവൻ, അവൻ മരിച്ചതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അവനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു വന്ന റേഞ്ച് കൂടുതലുള്ളവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തന്റെ അനുഗ്രഹമാണ്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സുന്ദരമായ ചിത്രം. നോമ്പിലെ പ്രാർത്ഥനകളിൽ എന്താ നമ്മൾ ചൊല്ലുന്നത്? നോമ്പ് നോക്കുന്നവൻ സ്വർഗത്തിലാണെന്ന, നോമ്പ് നോക്കുന്നവൻ മാലാഖമാരോട് കൂടെയാണെന്ന. സ്വർഗം മേളിലാണോ താഴെയാണോ ഇടത്താണോ വലത്താണോ അറിയില്ല. ദൈവമുള്ളിടത്താണ് നോമ്പ് നോക്കുന്നവനും. നോമ്പ് നോക്കുന്നവൻ ദൈവത്തിന്റെ സ്കൂളിൽ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവൻ, അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം ഒരു അനുഗ്രഹമെന്നല്ല,
അവൻ എടുക്കപ്പെട്ടപ്പോൾ അവനെ ബലപ്പെടുത്തിയ അനുഗ്രഹത്തിന്റെ പുതപ്പാണ് എലീശായ്ക്ക് ലഭിച്ചത്. ആ പുതപ്പും കൊണ്ട് എലീശായുടെ പിന്നീടുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ യോർദാൻ തടസ്സമായിരുന്നു. അവിടെ രേഖപ്പെടുത്തുന്നു, പുതപ്പെടുത്ത് എലീശായെ അടിച്ചു, യോർദാൻ മാറി, എലീശ മുന്നോട്ട്. പിന്നീട് അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. എലീശായുടെ അസ്ഥികളിൽ തൊട്ടവര് മൃതശരീരം പോലും ജീവൻ വെക്കുന്ന ചിത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്കൂളിൽ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുന്നവൻ, അവൻ ജീവിക്കുമ്പോൾ മാത്രമല്ല അനുഗ്രഹം, അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും അനുഗ്രഹം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, കുഞ്ഞേ, നീ ദൈവത്തിന്റെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയുള്ള യാത്രയിൽ നീ തോറ്റുപോയില്ലേ. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ അതിന്റെ വരാന്തിയിൽ കൂടിയെങ്കിലും വെറുതെ ഒന്ന് ഓടി നടന്നാട്ടെ. പഴയ പാഠങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും. ബുദ്ധി വേണ്ട, ഭക്തി മതി. ദൈവം തന്നെ അനുഗ്രഹമാകാം, ചോർന്നിരിക്കും, കുറയും, കരച്ചിൽ വേണ്ട. കാരണം നോവിക്കാനേ അല്ല, മറ്റു സുന്ദരമായ മറ്റനുഗ്രഹം നിനക്ക് ഒരുക്കിയിടത്തേക്ക് എത്തിക്കാനുള്ള ദൈവ പദ്ധതി. ഇന്നലകളിലെ ദൈവത്തിന്റെ നടത്തിപ്പ് നീ ഒന്ന് നന്നായി കുറിച്ചാട്ടെ. മുന്നോട്ടുള്ള സങ്കടങ്ങൾ നിന്നെ ഭയപ്പെടുത്തുകയില്ല. ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോഴും നിരാശ തലപൊക്കുവാനായിട്ട് സാധ്യതയുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ബലപ്പെടുക. കാരണം നിന്നെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് വെറുമൊരു യാത്രയല്ല, ഈ പാഠങ്ങള് അപ്ലൈ ചെയ്യുവാനുള്ള സുന്ദരമായ തലമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ നോമ്പിന്റെ യാത്ര അനുഗ്രഹീതമാക്കാം. ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.